അയ്യോ തമാശ ചേട്ടന്മാരെ, ഭയങ്കര തമാശ. കുടുംബ ഐക്യത്തെക്കുറിച്ച് നവമാധ്യമങ്ങളിലൂടെ നല്ല ഡയലോഗ് അടിക്കുന്ന ദമ്പതികൾ ഒടുവിൽ തമ്മിൽ തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഈ ലോകത്തിന്റെ ഒരു പോക്കേ. എവിടെ ഇതൊരു നടക്ക് പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. ഭാര്യയെ സെറ്റ് ടോപ്പ് ബോക്സ് കൊണ്ട് തലക്കടിച്ച് പരിക്കേൽപ്പിച്ചു. ഇവരെ ഞാൻ എവിടെയോ വെച്ച് കണ്ട പരിചയമുണ്ട്. ഇപ്പോ ഒരു ഭാര്യ ഭർത്താവിനെ ശ്രേഷ്ഠമായി കണ്ടു, അല്ലെ ഭാര്യ ഭർത്താവിനെ കണ്ടു, അല്ലെങ്കിൽ അപ്പൻ മക്കളെ കണ്ടു, മക്കൾ അപ്പനെ കണ്ടു, ചേട്ടൻ അനിയനെ കണ്ടു, ആ കുടുംബം സ്വർഗതുല്യമായിരിക്കും. ചാലക്കുടി ഫിലോകാലിയ ഫൗണ്ടേഷൻ നടത്തിപ്പുകാരായ മാരിയോ ജോസഫ്, ഭാര്യ ജിജി മാരിയോ എന്നിവരാണ് ആ ദമ്പതികൾ. ഒരു കുടുംബത്തിൽ ഒന്നും ഇങ്ങനെയാവാം. എങ്ങനെയാടാ എല്ലാവരും ഒന്നുപോലായി പോയത്? ഏത് മതക്കാർ വിവാഹം കഴിക്കുന്നു എന്നല്ല, അവരുടെ കുടുംബജീവിതം നയിക്കുന്നത് ആര് എന്നതിലാണ് കുടുംബത്തിന്റെ സമാധാനം കിടക്കുന്നത്. ഉപദേശം കൊള്ളാം വർമ്മ സാറേ, പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്. തന്റെ തന്തയല്ല എന്റെ തന്ത. നിനക്ക് എന്തുവാടാ? എന്റെ മുടിയെന്ന് വിടറാ, പെണ്ണ് പിടിയാ മുടിയെന്ന് വിടറാ. എനിക്ക് ബെറ്റർ ആയിട്ടുള്ള പീസ് കിട്ടണമെങ്കിൽ എവിടെയാ ഞാൻ മാറ്റം വരുത്തേണ്ടത് എന്നാ ചിന്തിക്കേണ്ട. നിന്റെ ആദ്യത്തെ ഭാര്യയുടെ അടുത്തേക്ക് നീ പോവാനാണ് എന്റെ ഉദ്ദേശമെങ്കിൽ എന്റെ നെഞ്ചത്ത് ചവിട്ടിട്ടാണോ നീ പോവുള്ളൂ. അപ്പം ഭാര്യ ഭർത്താവിനോടുള്ള കാര്യം തുറന്നു പറയും. അതിങ്ങനെ മനസ്സിൽ വെച്ചിട്ട് പറയാൻ മടിച്ചിട്ട്, പ്രശ്നത്തെ ഫേസ് ചെയ്യാൻ മടിച്ചിട്ട് ഒളിച്ചോടുന്ന സ്വഭാവം. അത് ഉത്തരം പറ. അത് പറങ്ങട്. നീ ഇപ്പൊ ചോദിച്ചതേ ഒരു ആദ്യം ഊള ആൻസറാ. ഭാര്യനെ പെർഫെക്റ്റ് ആക്കാൻ നോക്കണ്ട. നോക്കി നന്നാവാനൊന്നും പോണില്ല. മുട്ടുതേയും, മുടി നരച്ചു പോകും, കണ്ണുകളൊക്കെ കുഴിഞ്ഞു പോകും, അത്രേ ഉണ്ടാവും. ഇമേജ് കംപ്ലീറ്റ് പോയി. ഇനി ഇവിടെ കോട്ടും സൂട്ടും ഇട്ടിട്ടൊന്നും ഒരു കാര്യമില്ല. കൊള്ളാം, പടമേടിച്ച് പന്തളത്തെ വന്നപ്പോ പന്തളം തങ്കപ്പന്റെ ഗാനം. ജിജിയുടെ പരാതിയിൽ ചാലക്കുടി പോലീസ് കേസെടുത്തു. 70,000 രൂപയുടെ മൊബൈൽ ഫോൺ ഭർത്താവ് മാരിയോ ജോസഫ് നശിപ്പിച്ചുവെന്നും പരാതിയിൽ പറഞ്ഞു. അവന്റെ അമ്മേരെ തള്ളെ കലിപ്പ് തീരണില്ലല്ലോ. അല്ലെങ്കിലും കുടുംബത്തിൽ വഴക്കില്ലാതിരിക്കണമെങ്കിൽ കുടുംബത്തെ ദൈവികമായി തന്നെ കാണാൻ പഠിക്കും. എന്തോ എങ്ങനെ ചേട്ടാ കുന്തിരിക്ക എനിക്ക് ഇഷ്ടമാണ് എന്ന് വെച്ചാൽ അതിന്റെ മൂട്ടിലിട്ട് പോയിക്കരുത് കേട്ടോ. ഉത്തരവാദിത്വം കുറവുള്ള, വീട്ടിലെ കാര്യങ്ങൾ നോക്കാത്ത ഈ വൈകി വരുന്ന ഭർത്താവിന് ചേച്ചിക്ക് താങ്ങാൻ പറ്റുള്ളൂ. ഇനി ഇത് ആവർത്തിക്കരുത്. ആരും കണ്ടിട്ടില്ല. ദയവേദി ഇക്കാര്യം പുറത്ത് ആരോടും പറയരുത്. എനിക്കത് ക്ഷീണ. ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകൾ പ്രകാരമാണ് കേസ്. കുറ്റം തെളിഞ്ഞാൽ 1 മാസം തടവ് ശിക്ഷയോ 5,000 രൂപയോ പിഴയായി ശിക്ഷയായി ലഭിക്കും. ഈ നാടിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം ഇവന്മാരെ പോലുള്ള ഈരകാല മൃഗങ്ങളാണ്. ഇവരെ മാതൃകാപരമായി ശിക്ഷിക്കണം. മിനിമം തൂക്കുമരം. അവസാനം നോക്കുമ്പോ സമയ